ഇതെല്ലാം നേരത്തെ ചതുപ്പ് നിലങ്ങളായിരുന്നു സ്ഥലങ്ങൾ. ഇപ്പോൾ ഓരോ ആൾക്കാർ കയ്യേറി നേരത്തെ വിലയ്ക്ക് വാങ്ങിച്ചങ്ങനെ വീട് വെച്ച് ഈ വശങ്ങളിൽ ശരിക്കും ഇപ്പോഴിത് കയ്യേറി ഈ കലിങ്ക് അടച്ച് ശരിക്കും ഈ പ്രോപ്പർട്ടി ശരിക്കും ഓൺ പ്രോപ്പർട്ടി ആക്കി മാറ്റാനാണ് ഈ വസ്തുക്കാരൻ ശ്രമിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റേ കൊടുത്തിരിക്കുകയാണ്. പൂവാറിൽ നിന്ന് നെയ്യാറ്റിൻകരയിലേക്കുള്ള പ്രധാന റോഡിൻ്റെ ഭാഗത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. നിങ്ങൾ ഈ സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇവിടെ ഒരു സ്വാഭാവികമായ കനാലുണ്ടായി. ആ കനാല് മൂടി ഇവിടെ നിർമ്മാണ പ്രവർത്തനത്തിന് ഇതിൻ്റെ ഉടമസ്ഥൻ ശ്രമിക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി. അതായത് ഈ റോഡെന്ന് പറയുന്നത് നെയ്യാറ്റിൻകര അരുമാനൂർ പൂവാറാണ്. അപ്പോൾ നമ്മുടെ അരുമാനൂരിൽ നിന്ന് ഇത് മൂന്നാമത്തെ കലിങ്കാണ്. ഇതിന് മുമ്പേ 2 കലിങ്ങുണ്ട്. ഇതെല്ലാം മഴ സമയത്തും അല്ലാത്ത പൊഴിയേറുന്ന സമയത്തും വെള്ളം വരിക പോവുക. ഇതെല്ലാം നേരത്തെ ചതുപ്പ് നിലങ്ങളായിരുന്നു സ്ഥലങ്ങൾ. ഇപ്പോൾ ഓരോ ആൾക്കാർ കയ്യേറി നേരത്തെ വിലയ്ക്ക് വാങ്ങിച്ചങ്ങനെ വീട് വെച്ച് ഇപ്പോഴാണ് റീസെൻ്റായിട്ട് അടയ്ക്കാവുന്നത്. പഴയ കലിങ്ങിൻ്റെ ഇതെല്ലാം ഉണ്ടോ, പഴയ കലിങ്ങിൻ്റെ ഇത് കൺവെർട്ടെല്ലാം ഉണ്ട്. അതൊക്കെ കാണുന്നത് അതെല്ലാം അവരടച്ചിട്ട് കൂടെ കെട്ടി അടയ്ക്കാൻ പോവുകയാണ്. ഏതൊരു മുന്നറിയിപ്പ് പഞ്ചായത്തിന് പെർമിഷൻ മാറ്റിയിട്ടുണ്ടെന്ന് തന്നെ അറിയാൻ പാടില്ല. അതാണ് അവസ്ഥ. ഇവിടെ ഒരു ഓട വളരെ ചെറുതാണ്, ഒരു അടി താഴ്ചയുള്ളൂ. വലിയ മഴ വരികയാണെങ്കിൽ ഇതിന് പുറകിലുള്ള വീടുകളിൽ വെള്ളം കയറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുമാത്രമല്ല, ഈ വസ്തുവിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിനും അത് ദോഷകരമായി ബാധിക്കുമെന്നതാണ് വസ്തുത. ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും കലിങ്കുകളുണ്ട്. കാര്യം എന്ന് വെച്ചാൽ 2 സൈഡും വയലുകളാണ്. ഈ കലിങ്കുകൾ എന്ന് പറയുന്നത് ശരിക്കും PWD കലിങ്കുകളാണ്. ഇതിൻ്റെ ഈ ഭാഗത്തുകൂടിയാണ് ശരിക്കും വാട്ടർ അതോറിറ്റിയുടെ ശരിക്കും പൈപ്പ് ലൈൻ പോകുന്നത്, ശരിക്കും ടെലികമ്മ്യൂണിക്കേഷൻ്റെ ലൈനുകൾ പോകുന്നത്. ഇതെല്ലാം ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ടാണ്. ഈ വശങ്ങളിൽ ശരിക്കും ഇപ്പോഴിത് കയ്യേറി ഈ കലിങ്ക് അടച്ച് ശരിക്കും ഈ പ്രോപ്പർട്ടി ശരിക്കും ഓൺ പ്രോപ്പർട്ടി ആക്കി മാറ്റാനാണ് ഈ വസ്തുക്കാരൻ ശ്രമിക്കുന്നത്. നാട്ടുകാരുടെ ആവശ്യം, അതായത് പ്രദേശത്തെ എല്ലാ ആളുകളും ഒന്നടങ്കം പറയുന്നത് ഈ ഓടയുടെ ആഴം കൂട്ടി ഈ റോഡിന് നിരപ്പായി സ്ലാബ് ഇട്ട് സ്വാഭാവികമായ നീരൊഴുക്ക് എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഈ ഭാഗത്തു കൂടി കടന്നു പോകുന്ന ഈ ഭാഗത്തു കൂടിയാണ് കനാലിങ്ങനെ കടന്നു പോകുന്നത്. കാരണം കാടുമൂടി കിടക്കുകയാണ്. ഇനി തൊഴിലുറപ്പ് തൊഴിലാളികൾ വന്ന് അത് ശരിയാക്കണമെങ്കിൽ മാത്രമേ അവിടെ നീരൊഴുക്ക് നടക്കുകയുള്ളൂ. ഇതിനപ്പുറത്താണ് പൂവാറിൻ്റെ ബാക്ക് വാട്ടർ സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ബോട്ടിങ്ങും മറ്റുമൊക്കെ നടക്കുന്നത്. ഈ സ്വാഭാവികമായ മഴവെള്ളം നീരൊഴുക്ക് ഈ കനാൽ വഴി പുറകിൽ നെയ്യാറിൻ്റെ ഭാഗമായ പൂവാർ ബാക്ക് വാട്ടറിൽ ചെന്നെത്തും. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന് അങ്ങോട്ട് താമസിക്കുന്ന ആളുകളുടെ വീടുകളിൽ വെള്ളം കയറും. അവരുടെ വീടുകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഈ സ്ഥലം ഓട നിർമ്മിക്കുന്നതിനോ അവർ മണ്ണിട്ട് നികത്തുന്നതിനോ ആർക്കും വിരോധമില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഓട പക്ഷേ കുറച്ചുകൂടി ആഴത്തിൽ അത് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ സ്ലാബ് ഇടുമ്പോൾ ഈ റോഡിന് നിരപ്പായി സ്ലാബിട്ട് സ്വാഭാവികമായ നീരൊഴുക്ക് ഒരിക്കലും തടസ്സപ്പെടാതെ, അഥവാ ഓട ഇനി എന്തെങ്കിലും മാലിന്യ വസ്തുക്കളൊക്കെ ചേർന്ന് അടഞ്ഞു പോയാൽ തന്നെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പക്ഷേ ഇതൊരിക്കലും സമ്മതിച്ചു കൊടുക്കില്ല. ഇവിടെ ഇത്ര ആഴത്തിൽ മാത്രമേ ഓട കെട്ടുകയുള്ളൂ എന്ന പിടിവാശിയിലാണ് ഈ ഉടമസ്ഥൻ എന്നാണ് നാട്ടുകാരുടെ പരാതി. ഈ കലങ്ക് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള കലങ്കാണ് ഇത്. ഇവിടെ ഇപ്പോൾ ഈ വസ്തു ഒരാൾ സ്വകാര്യ വ്യക്തി വാങ്ങിക്കുകയും ആ വാങ്ങിച്ച പ്രകാരം ഓടയിടാൻ വേണ്ടി പറഞ്ഞ് അന്ന് കേട്ടില്ല. വീണ്ടും ഒരു ഓടയിട്ട് ചെയ്തു. ഈ ഓടയുടെ പുറത്ത് സ്ലാബ് ഇട്ടുകൊണ്ട് ഈ മണ്ണ് ഇട്ട് നികത്തുമ്പോൾ ഇവിടുത്തെ കാലപ്പഴക്കം ചെന്ന് ഓടയുടെ സ്ലാബ് നശിക്കുകയും ഇത് അടവ് വീഴുകയും മുകളിൽ നിന്ന് വരുന്ന മഴവെള്ളം ഈ കലങ്ക് വഴി പോകാതാവുകയും ചെയ്യുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ അവർ നമ്മുടെ സർക്കാരിൻ്റെ കലങ്കിനെ കെട്ടിയടച്ചുകൊണ്ടാണ് അവർ. ഏതായാലും ഇപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റേ കൊടുത്തിരിക്കുകയാണ്. നാട്ടുകാർ പറയുന്ന ആവശ്യം ന്യായമാണെന്ന് കാണുകയാണെങ്കിൽ തീർച്ചയായും ന്യായമാണ് ആ നാട്ടുകാരുടെ ആവശ്യം. ആ ആവശ്യം ബന്ധപ്പെട്ട അധികൃതർ സാക്ഷാത്കരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.